കീഹോൾ സർജറിനെ പറ്റിയൊക്കെ ചോദിക്കാം ഡോക്ടറോട്. ഞങ്ങൾ എല്ലാം ഇങ്ങനെ സീരിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കും മനസ്സിലാവാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡോക്ടറിൻ്റെ എക്സ്പെർട്ടൈസിൽ ചോദിക്കരുത് എന്ന് കരുതുന്ന പോലത്തെ കുറച്ച് ചോദ്യങ്ങൾക്ക് കൂടി ഡോക്ടർ ഞങ്ങൾക്ക് സൊല്യൂഷൻസ് തരണം. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സർവേ ഒക്കെ നടത്തി, കുറേ പേരോട് ചോദിച്ചു. അപ്പോൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നേ ഉള്ളൊരു ഇൻ്റർവ്യൂവിൽ ഡോക്ടർ പറഞ്ഞ ഒരു പോപ്പുലറായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു സാധനം, ഡോക്ടർ വർഷങ്ങളായിട്ട് റൈസ് അങ്ങനെ അധികം കഴിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും അതൊരു കോൺഫ്ലിക്റ്റിംഗ് ആണല്ലോ. ചോറാണോ പൊറോട്ടയാണോ അല്ലെങ്കിൽ ചോറ് കഴിക്കാണ്ട് ചപ്പാത്തി കഴിച്ചാലും ഇങ്ങനെ എപ്പോഴും ഈ കൺഫ്യൂഷൻ നിൽക്കുകയാണല്ലോ. ഡോക്ടർ അതിനെപ്പറ്റി ഒന്ന് പറയാം. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ആഹാര രീതിയിൽ റൈസിന് വലിയ പ്രാധാന്യമുണ്ട്. പണ്ട് എൻ്റെ ഓർമ്മയിലുണ്ട്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മന്ത്രിസഭയിലൊരു മന്ത്രി നിങ്ങൾക്കെന്താ ചിക്കനും മുട്ടയും കഴിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ മീഡിയ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ആക്രമിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചു വളരെ വ്യക്തമായിട്ടും വളരെ പ്രായോഗികമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ചോദിച്ചത്. അപ്പോൾ പണ്ട് കാലത്തെ നമ്മുടെ ആഹാര രീതിയിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ചോറ് ചേരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്തിരുന്നു. നമ്മുടെ അടുക്കളപ്പണിയായാലും മറ്റു നമ്മുടെ പുറത്തുള്ള പണിയായാലും എല്ലാം കൂടുതലായിട്ട് ചെയ്തിരുന്നു. കായികമായിട്ട് നമ്മൾ കൂടുതൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് ഇതിനെയൊക്കെ ദഹിച്ചു പോകാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾക്ക് കൂടുതലും കീബോർഡിൻ്റെ അടുത്തിരിക്കുകയും ഇരുന്നുള്ള വർക്കുകളും ടി വി കണ്ടുകൊണ്ടിരിക്കുകയും പുറത്തുള്ള കളികൾ പോലും കൗച്ച് പൊട്ടേറ്റോസ് ആയി അതെ ഇല്ലാതായി. പണ്ട് നമ്മൾ എന്തെല്ലാം കളിത്തിട്ട് കളി കളിക്കുമായിരുന്നു, അങ്ങനെ എന്തെല്ലാം കളികളുണ്ടായിരുന്നു, അതൊന്നും ഇപ്പം നിലവിലേ ഇല്ലല്ലോ. അപ്പോൾ ആ കളികളിൽ നിന്നും ഒക്കെ മാറി നമ്മളൊരു സെഡൻറ്ററി ലൈഫിലോട്ട് പോയപ്പോഴത്തേക്ക് ഇതിനെ ഒന്ന് ദഹിപ്പിച്ച് മാറ്റാനുള്ള സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിലില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യണം നമ്മുടെ ആഹാരത്തെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൈസ് എന്ന് പറയുന്നത് പ്യൂർലി കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിന് അപകടകരമാണ്.